പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കും നമുക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം ഈ അൾത്താരയിൽ അനുഭവിക്കാം. അവിടുത്തെ സന്നിധിയിലായിരിക്കും നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥന് മുമ്പിലായിരിക്കും നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ഈശോയെ വിളിച്ചപേക്ഷിക്കുവാനും അവിടുന്ന് ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കറിയാം, ഈ മണിക്കൂർ ദൈവകരുണയുടെ മണിക്കൂറാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ്. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമാണ്. നമുക്ക് ആ ബോധ്യത്തോടെ ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഒരു വചനം മിക്കായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വചനം ആസ്പദമാക്കി 3 പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകൾ നമ്മൾ നടത്തുമ്പോഴാണ് ദൈവകരുണയ്ക്ക് നമ്മൾ അർഹരാകുന്നത്, ദൈവകരുണയുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പല മാർഗങ്ങൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മാർഗങ്ങളാണ് ദൈവകരുണയുടെ അഭിഷേകം ലഭിക്കുവാൻ. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു വചനത്തിൽ മിക്ക 6-ന്റെ 8-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുക. ഒന്നാമത്തെ കാര്യം, നീതി പ്രവർത്തിക്കുക, നീതിപൂർവം ജീവിക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവകരുണ ലഭിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 2-ാമത്തെ കാര്യമാണ് നമ്മൾ വിനയമുള്ളവരാവുക. ദൈവത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും എളിമപ്പെടാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ അതനുസരിച്ച് വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ദൈവകരുണയ്ക്ക് നമുക്ക് അർഹത ലഭിക്കുകയാണ് എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തേത് നമ്മൾ കണ്ടു, നീതി ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതാകാൻ, നല്ലതാകാൻ, ഫലപ്രദമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നീതി എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം എടുക്കുമ്പോൾ പ്രാർത്ഥന നല്ലതാകാൻ, നല്ലതാകുക എന്ന് പറഞ്ഞാൽ ഫലസംദായകമാകാൻ, പ്രാർത്ഥന അർത്ഥവത്താകാൻ, ആ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നതാണ് നീതി. നീതി, ഉപവാസം, ദാനധർമ്മം, ഈ 3 കാര്യങ്ങൾ പ്രാർത്ഥനയോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് പ്രാർത്ഥന നല്ലതാകുന്നത്, പ്രാർത്ഥന ശക്തമാകുന്നത്, പ്രാർത്ഥന ഫലസംദായകമാകുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നീതിമാന്റെ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
തോബിത്തിന്റെ പുസ്തകം ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് സാത്താന് ദൈവം അനുമതി കൊടുത്തു ജോബിന്റെ ശരീരത്തെ തൊട്ട് കളിക്കാൻ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അവന്റെ ആത്മാവിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ. നോക്കിയാൽ ദൈവം എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് ആത്മാവിന്. ഈ ആത്മാവ് സുരക്ഷിതമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നീതിപൂർവം ജീവിക്കുക, അനീതി പ്രവർത്തിക്കരുത്. സുഭാഷിതങ്ങൾ 22-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും. പറയുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നത് നമ്മൾ നീതിപൂർവം ജീവിക്കുമ്പോഴാണ്. അനീതി പ്രവർത്തിക്കുന്നവരോട് ദൈവം പറയുന്നത് എന്നിൽ നിന്നും അകന്നു പോകുവിൻ എന്നാണ്. മത്തായി 7-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം അതാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോവുക. നീതി പ്രവർത്തിക്കുന്നവരാണ്, നീതിമാന്മാരായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വീണാലും എഴുന്നേൽക്കാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അനീതി പ്രവർത്തിക്കാതിരിക്കുക, കാരുണ്യം കാണിക്കുക, ഇത് രണ്ടും ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗത്തു നിന്നും ദൈവ മക്കളുടെ ഭാഗത്തു നിന്നും ദൈവം വളരെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം വിനയമുള്ളവരാകുക. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിനീതരായി ജീവിക്കുന്നവരുടെ നേട്ടങ്ങൾ. ഇനി അഹങ്കരിച്ചാൽ നമുക്കുണ്ടാകാവുന്ന വിനാശം, അത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവവചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാരും അഹങ്കരിക്കാൻ പോകില്ല. എളിമയോടെ ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കാൻ തയ്യാറാവും. അങ്ങനെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ലൂക്ക 14:11 ലൂക്ക 18:14 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ നിന്നെ തന്നെ താഴ്ത്തുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്താൻ നീ എളിമയോടെ കർത്താവിന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്നുള്ളതാണ്. എളിമയുള്ളവർക്ക് സ്നേഹിക്കാൻ എളുപ്പമാണ്, എളിമയുള്ളവർക്ക് അനുസരിക്കാൻ എളുപ്പമാണ്, എളിമയുള്ളവർക്ക് സമർപ്പിക്കാൻ എളുപ്പമാണ്. ഇതിനെല്ലാം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളതാണ് എളിമയിൽ വളരുക എന്നുള്ളത്. പ്രഭാഷകൻ 3:18 നമ്മൾ കാണുന്നുണ്ട്, നീ എത്ര ഉന്നതനാണെങ്കിലും വേണമെങ്കിൽ നിനക്ക് എളിമയുള്ള വ്യക്തിയായി മാറാൻ പറ്റും. അത്രമാത്രം നീ എളിമപ്പെട്ടോളുക, അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകി വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നീ എത്ര ഉന്നതനാണെങ്കിലും അതനുസരിച്ച് നീ എളിമപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. എളിമയുള്ളവർക്കുണ്ടാകുന്ന മറ്റൊരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകൻ 35:21 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിനീതന്റെ പ്രാർത്ഥന, എളിയവന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അഹങ്കാരിയുടെ പ്രാർത്ഥന അങ്ങനെ ഒരു ഫലം കണ്ടെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ നീളം കൂട്ടുന്നതിനേക്കാളും പ്രാർത്ഥനയുടെ എണ്ണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാളും എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, എളിമയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എളിമ സാത്താനെ വിരട്ടി ഓടിക്കും. എളിമയുള്ളവരെ കാണുമ്പോൾ സാത്താൻ വിരണ്ടോടും. നമ്മളാരും സാത്താനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. സാത്താൻ നമ്മെ കാണുമ്പോൾ വിരണ്ടോടും. എപ്പോഴാണ്? എളിയവരായിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എളിമയ്ക്ക് മനുഷ്യനെ മാലാഖയ്ക്ക് തുല്യമാക്കാൻ പറ്റും. അഹങ്കാരം മാലാഖയെ പോലും പിശാചാക്കി മാറ്റും. പിന്നെ നമ്മുടെ കാര്യം പറയണോ? അതുകൊണ്ട് അങ്ങനെയുള്ള ദുരവസ്ഥകൾ വരാതിരിക്കണമെങ്കിൽ നാം ഒരിക്കലും എളിമ വിടരുത്. എളിമയോടെ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം, മൂന്നാമത്തെ കാര്യം ഇതാണ്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക. നമുക്കറിയാം, നമ്മൾ കാരുണ്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ പോരാ. ശരിക്കും സ്നേഹം പ്രവൃത്തിയിൽ വരുന്നതാണ് കാരുണ്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹമുള്ളവരാണെങ്കിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ആരും നമ്മളോട് പറയേണ്ട കാര്യമില്ല. അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മളത് ചെയ്തിരിക്കും.
ദൈവം എപ്പോഴും സംസാരത്തെക്കാൾ വാക്കുകളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ആക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് ലവ് ഇൻ ആക്ഷൻ, അതാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. നീ ഇത് ചെയ്യാതെ നീ എത്ര വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും അതിന് ഫലമില്ല. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യാക്കോബ് 2-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. കാരുണ്യം കാണിക്കുന്നവന്റെ മേൽ അതനുസരിച്ചുള്ള വിധിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 15-16 വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുമ്പിൽ കരുണ അർഹിക്കുന്ന ഒരു വ്യക്തി വന്നപ്പോൾ നീ കാരുണ്യ പ്രവൃത്തി കാണിക്കാതെ കണ്ട് നീ അവന് ഉപദേശം നൽകി വിട്ടെങ്കിൽ അതുകൊണ്ട് അവൻ എന്ത് ഫലം? നീ ചെയ്യേണ്ടത് ഉപദേശിക്കുക എന്നുള്ളതല്ല, നിന്റെ സംസാരമല്ല അവിടെ പ്രധാനപ്പെട്ടത്, കാരുണ്യ പ്രവൃത്തി. പറയുണ്ട് ഈ ഒരു സ്നേഹം പ്രവൃത്തിയിൽ വരുന്നത്, ലവ് ഇൻ ആക്ഷൻ, അതാണ് കാരുണ്യ പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുക. അതിന് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് ചെയ്യാനായിട്ട് ദൃഢനിശ്ചയമുള്ള വ്യക്തികളുടെ മുമ്പിൽ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാകും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ. ഈ 3 കാര്യങ്ങൾ: നീതിപൂർവം ജീവിക്കുക, എളിമയോടെ ജീവിക്കുക, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവകരുണയുടെ ആ സമൃദ്ധി നമുക്കുണ്ടാകും. ദൈവകരുണയ്ക്ക് ഒരു കുറവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ വരില്ല. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മയും നമ്മുടെ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.